നമസ്കാരം. സാഗ് ന്യൂസിന്റെ ബിസിനസ് പങ്ക്തിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എഞ്ചിനീയർ ജാക്ക് ബെൻ വിൻസെന്റ്, തിരുവനന്തപുരത്ത് കൊച്ചാർ റോഡിൽ ഉള്ള ജാക്ക് കൺസ്ട്രക്ഷൻസിന്റെ MD-യും CEO ആയ എഞ്ചിനീയർ ജാക്ക് ബെൻ വിൻസെന്റ്. ഇദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. BTech, പിന്നെ MBA, അഗെയിൻ മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ്, ഹീസ് എ ചാർട്ടേഡ് എഞ്ചിനീയർ, വാട്ട് നോട്ട്. ഒത്തിരി ക്വാളിഫിക്കേഷൻസും സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു സീനിയർ സിവിൽ എഞ്ചിനീയറിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം. നമ്മൾ ആദ്യമായിട്ട് ഈ ബിസിനസ്സിലോട്ട്, താങ്കൾ എന്നാണ് ഈ ബിസിനസ്സിലോട്ട് വന്നത്? എന്താണ് അതിനുള്ളൊരു പ്രചോദനം? വാട്ട് വാസ് ഒരു ട്രിഗറിങ് ഫാക്ടർ? ഞാൻ 2006 BTech കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ നാട്ടിലും വിദേശത്തുമായിട്ട് പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തു. അങ്ങനെ ഞാൻ 2009 നമ്മുടെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷൻ ഫ്ലൈ ഓവറിന്റെ പ്രോജക്റ്റിൽ, അതായത് ട്രിവാൻഡ്രം സിറ്റി ക്യാപിറ്റൽ റീജിയൻ ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റ് എന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ സിറ്റി ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നത്. ആ പ്രോജക്റ്റിന്റെ പാർട്ടാവുകയും അതിന്റെ ഒരു വൈൻഡിങ് സ്റ്റേജ്, അതായത് അത് തീർന്നു വരുന്നപ്പോൾ ഒരു ഹയർ ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ നോക്കണമെങ്കിൽ ഇനി വിദേശത്താണ് പോകേണ്ടത്. കാര്യം ആ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് വേണമെങ്കിൽ, കാര്യം ഗൾഫിൽ നിന്നിട്ട് ഒരു ലീവിന് വന്നപ്പോഴാണ് ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തത്. ഏത് വർഷമായിരുന്നു അത്? 2008-ലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അടുത്ത പ്രോജക്റ്റ് നോക്കുന്നപ്പോൾ നമ്മുടെ കമ്പനിയിലെ ഡയറക്ടർ, അദ്ദേഹം എന്റെ നല്ലൊരു മെന്ററും കൂടെ ആയിരുന്നു. അദ്ദേഹം ജാക്ക് കൺസ്ട്രക്ഷൻ അല്ല, അതിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1996 ഒരു പ്രൊപ്രൈറ്ററി ഫേമായിട്ടൊരു ചെറിയ സ്ഥാപനമായിരുന്നു. അത് എന്റെ മദറിന്റെ പേരിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്, ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് ഫേമായിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ പലയിടത്ത് ജോലി ചെയ്തു. അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് തുടങ്ങണമെന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നു. അതായത് ബേക്കറി ജംഗ്ഷൻ ഫ്ലൈ ഓവർ റോഡ് പ്രോജക്റ്റും തീർന്നപ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ എന്ന് പറഞ്ഞപ്പോൾ ഇതേ സ്ഥാപനത്തിന്റെ പേര് ഞാൻ യൂസ് ചെയ്യുകയാണ്. അങ്ങനെയാണ് 96 മുതലേ. അപ്പൊ കൺസൾട്ടൻസി പണ്ട് മുതലേ ഉണ്ട്. അത് ഫാദറും ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അതൊരു ലാർജ് സ്കെയിൽ ആയിരുന്നില്ല, ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയിട്ട്. ഗവൺമെന്റ് എംപ്ലോയി, PWD-യിലെ ചീഫ് എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. അപ്പൊ അദ്ദേഹം ഒരു പാരലായിട്ട് മദറിന്റെ ഒരു ഇതില് ഒരു ചെറിയ രീതിയിൽ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഞാൻ ജോബ് 2012 ടു ബി എക്സാക്ട് 2012 എനിക്കൊരു സ്ഥാപനം തുടങ്ങണം എന്നുള്ള ഒരു ആശയം എന്റെ പഴയ കമ്പനിയിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ഡയറക്ടർ തന്നെ പറയുകയും സ്വന്തമായിട്ടൊരു കോൺട്രാക്ടിങ്, അങ്ങനെ ഞാനൊരു ഗവൺമെന്റ് കോൺട്രാക്ടിങ് ആണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഈ പേര് ജാക്ക് കൺസ്ട്രക്ഷൻ എന്നുള്ള പേര് യൂസ് ചെയ്ത് ഞാൻ അങ്ങനെ ഗവൺമെന്റ് കോൺട്രാക്ടിങ് വർക്ക്സ് എടുത്താണ് തുടക്കം. അപ്പൊ ഈ ജാക്ക് എന്നുള്ളത് താങ്കളുടെ പേര് തന്നെയാണ് കുടുംബം ഉപയോഗിച്ചിരുന്നത് ആദ്യം ഉണ്ടായിരുന്ന എസ്റ്റാബ്ലിഷ്മെന്റ്? അതായത് എനിക്ക് 2 സിബ്ലിങ്സ് കൂടെ ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും പേരിൽ ജാക്ക് ഉണ്ട്. അപ്പൊ എന്റെ മദറിന്റെ പേരും ജാക്ലിൻ എന്നുള്ളതെന്നാണ് ഈ ജാക്ക് എന്നുള്ള ഇവോൾവ് ചെയ്ത് വരുന്നത്. അപ്പൊ ആ ഒരു ഇതില് ഈ ജാക്ക് ബെൻ വിൻസെന്റ്, ജാക്ക് ബർട്ട് വിൻസെന്റ്, ജാക്സൺ വിൻസെന്റ് എന്നുള്ള എന്റെ 3 ബ്രദേഴ്സിന്റെയും പേരാണ് ഈ ജാക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ആക്ച്വലി ജാക്ക് ബെൻ വിൻസെന്റ് എന്ന് പറയുന്ന ബെൻ ആണ് എന്റെ കറക്റ്റ് റെക്കോർഡിക്കൽ നെയിം എന്ന് പറയുന്നത്, അതാണ് ഒഫീഷ്യലി. അപ്പൊ ജാക്ക് ബെൻ വിൻസെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ജാക്ക് ഉള്ളതുകൊണ്ട് പരിചയമുള്ള ഒരു ജാക്ക് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നെങ്കിലും എന്റെ ജാക്ക് ബെൻ ആണ് എന്റെ പേര്. വിദ്യാഭ്യാസം കഴിഞ്ഞ ആദ്യം താങ്കൾ ബഹ്റൈനിലേക്ക് ആണോ പോയത്? അതില്ല, അതിനു മുമ്പ് ഒരു 2 വർഷം നാട്ടില് ഞാൻ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങും വില്ല പ്രോജക്ട്സിലും ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ എന്നിട്ടാണ് ഗൾഫിൽ പോയത്. ബഹ്റൈനിൽ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ലാൻഡ്മാർക്ക് പ്രോജക്ട്സ്? അങ്ങനെ ബഹ്റിനില് നമ്മളൊരു 150ഓളം വില്ലാസ് അതിന്റെ പ്രോജക്റ്റിലായിരുന്നു ഞാൻ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ ആദ്യം അതിന്റെ പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ടായിരുന്നു. അപ്പൊ പ്ലാനിങ്ങിൽ പോയപ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്കൊരു ഗൾഫിലുള്ള സിറ്റുവേഷനും നാട്ടിലുള്ള കൺസ്ട്രക്ഷനും വ്യത്യാസമുണ്ട്. അങ്ങനെ ഞാൻ സൈറ്റിലും പോയി സൈറ്റിലെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് സ്വിച്ച് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പ്ലാനിങ്ങിലും ആയിട്ട് പിന്നെ നാട്ടിലൊരു ലീവിന് വന്നപ്പോഴാണ് യാദൃശ്ചികമായിട്ട് അതിനേക്കാളും കുറച്ചുകൂടെ നല്ല ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ പോസ്റ്റ് ഡ്രസ്സിങ്, അതായത് കമ്പി കുറച്ചുകൊണ്ട്, നമ്മുടെ ട്രഡീഷണൽ കമ്പി കുറച്ചുകൊണ്ട് സ്ട്രാൻഡ്സ് പോലുള്ള കമ്പി യൂസ് ചെയ്ത് റീഇൻഫോഴ്സ്മെന്റ് ചെയ്യുന്ന, അതായത് ഒരു ഹെവി സ്ട്രക്ചർ ഒക്കെ ചെയ്യുമ്പോൾ വിദേശത്തെല്ലാം കോമൺ ആണ്, നമ്മുടെ നാട്ടിൽ അത് അന്ന് ആദ്യമായിട്ടാണ്. അപ്പൊ ആ പ്രോജക്റ്റ് വന്നപ്പോൾ എന്തുകൊണ്ടും നാട്ടിലുള്ള ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തീരുമാനിച്ചാണ് ഇതിലോട്ട് സ്വിച്ച് ചെയ്തത്.
ബഹ്റൈനിൽ നിന്ന് ബഹ്റൈനിൽ നിന്ന്. ആ സമയത്താണ് ഞാൻ MBA ചെയ്യുന്നത്. കാര്യം വർക്ക് ചെയ്ത് MBA ചെയ്തുകൊണ്ടുള്ള ഒരു ഗുണം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈവനിങ് ഫുൾ ടൈം, അതായത് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ അകത്ത് തന്നെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ MBAക്ക് ചെയ്തു. അപ്പൊ ഒരു ഹാൻഡ്സ് ഓൺ ആയിട്ട് വർക്ക് ചെയ്യുകയും പഠിക്കുകയും ചെയ്തതിന്റെ ഒരു ഗുണം എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം കേരളത്തിൽ എല്ലായിടത്തും പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. അത് ട്രിവാൻഡ്രം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും എടുത്തു പറയാൻ ഉള്ള ഒരു ലാൻഡ്മാർക്ക് പ്രോജക്ട് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, നമുക്ക് ഈ കോൺട്രാക്ടിങ് ഞാൻ ട്രിവാൻഡ്രം മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ കൺസൾട്ടൻസി, നമുക്കിപ്പോൾ ഒരു സ്ട്രക്ചറൽ കൺസൾട്ടൻസി വിങ് ഉണ്ട്. വാല്യുവേഷൻ, അതായത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ഭൂമി ഇപ്പോൾ ഒരു പക്ഷേ 10 വർഷം മുമ്പ് നമ്മൾ മേടിച്ചു, സേ നമ്മളൊരു 1 lakh rupees മേടിച്ചു, നമ്മളതൊരു ഇപ്പൊ വിൽക്കുമ്പോൾ 10 ലക്ഷത്തിന് വിൽക്കുന്നു. അപ്പൊ ഒരു 9 ലക്ഷം രൂപ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ആയി. അതിന്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് അക്രോസ് കേരള അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഇൻകം ടാക്സ് അപ്രൂവ്ഡ് ആയിട്ടുള്ള വാല്യൂസിന് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അപ്പൊ എല്ലാവർക്കും അത് കിട്ടുന്ന ഒരു ക്വാളിഫിക്കേഷൻ അല്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വാല്യുവേഷൻ റിപ്പോർട്ടാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് യൂസ് ചെയ്തിട്ട് വാല്യുവേഷൻ ഈ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിലുള്ള ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ കേരളം മൊത്തം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നമ്മൾ ഭൂമി വിൽക്കുകയും മേടിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഒരു വാല്യുവേഷൻ മാൻഡേറ്ററി ആണ്. അത് 2020 മുതലാണ് അത് വന്നത്. അപ്പൊ ആ വാല്യുവേഷൻ എന്ന് പറയുന്നത് അത് അക്രോസ് നമ്മൾ കേരള ചെയ്യുന്നുണ്ട്. പിന്നെ സ്ട്രക്ചറൽ ഡിസൈൻ, നമ്മൾ ബിൽഡിംഗ് പണിയുമ്പോഴുള്ള സ്ട്രക്ചറൽ ഡിസൈൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പല പ്രോജക്ട്സിന് നമ്മളത് B2B ബിസിനസ് മോഡലാണ്. അതായത് വേറെ കൺസ്ട്രക്ഷൻ കമ്പനികളോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആർക്കിടെക്ട്സിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആർക്കിടെക്ചറൽ വർക്ക്സും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കോൺട്രാക്ടിങ് നമ്മൾ തിരുവനന്തപുരം മാത്രമാണ്. അത് കൂടുതലും റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ആണോ? അല്ല, നമുക്ക് ഐക്കോണിക് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതെല്ലാം കമേഴ്ഷ്യൽ ബിൽഡിംഗ് തന്നെയാണ് കൂടുതലും. നമ്മുടെ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ തൊഴിൽ വകുപ്പിന്റെ ബിൽഡിംഗ് PMGയിലുള്ളത് നമ്മൾ പണിതാണ്. അതുപോലെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ അകത്ത് ലേഡീസ് ഹോസ്റ്റല്, PG ലേഡീസ് ഹോസ്റ്റൽ ബ്ലോക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് അല്ല, അത് കംപ്ലീറ്റ് ചെയ്ത് 2014-ലായിരുന്നു. അപ്പൊ അത് തുടക്ക സമയത്ത് നമ്മൾ ചെയ്ത കോൺട്രാക്ടിങ് പ്രോജക്റ്റ് ആണ്. പിന്നെ നമ്മൾ കൺസ്യൂമർ കോടതിയുടെ ഒരു എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട്. പ്ലാനിംഗ് ബോർഡിന്റെ ക്യാൻറ്റീൻ ബിൽഡിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പട്ടത്തുള്ള. അപ്പൊ ഇതുപോലുള്ള പ്രോജക്ട് ഗവൺമെന്റ് പ്രോജക്ട്സും പിന്നെ പ്രൈവറ്റ് പ്രോജക്ട്സ് ആണെങ്കിൽ ഗ്ലെൻമാർക്കിന്റെ ട്രിവാൻഡ്രത്തെ ഓഫീസ്, ഗ്ലെൻമാർക്ക് ഫാർമസിയുടെ, അപ്പൊ അവരുടെ CNF എന്നുള്ള ഒരു അറൌണ്ട് 45,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിംഗ് ആണ്. ഹ്യൂജ് ആണ്. അത് നമ്മൾ ഇഞ്ചക്കൽ ഭാഗത്ത് വിട്ട്, ഇഞ്ചക്കൽ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണ്. അപ്പൊ അത് നമ്മൾ ടേൺ കീ സൊല്യൂഷൻ ആണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ ആർക്കിടെക്ട് നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് സീനിയർ ആർക്കിടെക്ട്സുമായിട്ടൊക്കെ നമ്മൾ അസോസിയേറ്റ് ചെയ്യും. അവരായിരിക്കും ഡിസൈൻ പാർട്ട് വരുന്നത് ഇങ്ങനെ കോംപ്ലക്സ് വർക്ക് വരുമ്പോൾ. പക്ഷെ അതിന്റെ സ്ട്രക്ചർ പാർട്ട് ചിലപ്പോൾ നമ്മളായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ടേൺ കീ ആയിട്ട് കസ്റ്റമർക്ക് ഒരു എൻഡ് ടു എൻഡ് സൊല്യൂഷൻ നമ്മളത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഓഫീസിൽ അസിസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ടീം, അതുപോലെ എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്സ്, ഡ്രാഫ്റ്റ്സ്മെൻ, അതുപോലെ വർക്കേഴ്സ് ഉണ്ടല്ലോ ഇപ്പം സൈറ്റിലുള്ള. അപ്പൊ അവരെയൊക്കെ എങ്ങനെയാണ്, ഹൗ ഡു യു റീറ്റെയിൻ ദീസ് പീപ്പിൾ? ഇപ്പൊ കറന്റ്ലി മാർക്കറ്റിലെ ഓൾമോസ്റ്റ് എവറി അതർ കമ്പനീസ് ഫേസിങ് അങ്ങനത്തെ ഒരു ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് ടേം ആയിട്ട് മാത്രമേ ആൾക്കാരെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു റിട്ടൻഷൻ എങ്ങനെയാണ് സാധാരണ താങ്കൾ ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ? ഓക്കെ, റിട്ടൻഷന്റെ കേസ് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു പകുതി കൂടുതലും നമ്മുടെ സ്ഥിരം കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മുടെ ഇവിടെ ഉള്ളതാണ്. ഒന്ന്, നമ്മുടെ കമ്പനിക്ക് ഒരു ഗ്രോത്ത് വിഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം നമ്മുടെ എംപ്ലോയീസിനും ഒരു ഗ്രോത്ത്. ഒന്ന് കരിയർ ഗ്രോത്ത് ആയിരിക്കാം, 2 ഫിനാൻഷ്യൽ ഗ്രോത്ത്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ അവർക്കും ഫിനാൻഷ്യലി എന്ത് ടേക്ക് അവേ എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് സാലറി 1 lakh വരെ മേടിക്കുന്ന സ്റ്റാഫ് ഇവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു ഗ്രോത്ത് പാത്ത് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് റൈറ്റ് ഫ്രം ഒരു എൻട്രി ട്രെയിനി ആയിട്ട് കയറുന്ന ഒരാൾക്ക് അയാളുടെ ഗ്രോത്ത് ഇത്ര ഉണ്ട്. ആസ് ആൻ എംപ്ലോയി പുള്ളി നിൽക്കുന്നിടത്തോളം എന്ത് ഗ്രോത്ത് ഉണ്ടെന്നുള്ളത് റൈറ്റ് ഫ്രണ്ട് അവരുടെ ഫ്രണ്ടിൽ കാണാൻ പറ്റും. കോൺഫിഡൻസ് അവർക്ക് പലപ്പോഴും എംപ്ലോയീസിന് തോന്നുന്ന ഒരു കാര്യം, ഞാൻ ഇനി 10 വർഷം ഇവിടെ ജോലി ചെയ്താലും എനിക്ക് ഈ ശമ്പളം കിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഈ സ്ഥാപനത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല, അല്ല നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ചാടുന്നവരാണ് കൂടുതൽ. അപ്പൊ അത് കഴിവതും അവോയ്ഡ് ചെയ്യുന്നു. പിന്നെ ഒബ്വിയസ്ലി നമുക്കൊരു റിട്ടൻഷൻ റേഷ്യോ നമുക്കൊരു 80% എന്ന് വേണമെങ്കിൽ പറയാം. ഈ ചിലർക്ക് വിദേശത്ത് പോകണമെന്നുള്ള ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഗവൺമെന്റ് ഒബ്വിയസ്ലി കൺസ്ട്രക്ഷനിൽ ഗവൺമെന്റ് ജോലി കിട്ടുന്നവർക്ക് ഗവൺമെന്റ് സെക്ടറിലോട്ട് പോകേണ്ടി വരും. അപ്പൊ ആ സമയത്തൊക്കെ റിസൈൻ ചെയ്ത് പോകാറുണ്ട്.
ട്രെയിനിങ്സ് ഒക്കെ ഇവർക്ക് ടൈം ടു ടൈം അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എംപ്ലോയീസ്? ട്രെയിനിങ്സ് നമുക്കിപ്പോൾ ഇവിടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു മന്ത്ലി നമ്മൾ തന്നെ ഒരു ചില ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങും കൊടുക്കുന്നു. ഇതൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതലും നമുക്ക് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. ഇപ്പൊ ഈ ജാക്ക് കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒരു 70% റവന്യൂ കോൺട്രാക്ടിങ് വർക്കാണ്. അപ്പൊ ഈ കോൺട്രാക്ടിങ് വർക്കിൽ സൈറ്റിലെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് തന്നെയാണ്. ലേബർ മാനേജ്മെന്റ് മുതൽ നമ്മളതിനെ ഓരോന്ന് മോഡ്യൂൾസ് പോലെ കോളേജിന്റെ രീതിയിൽ പറയുന്നില്ലെങ്കിലും ഓരോന്നും അവർക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കൊടുത്ത് തന്നെയാണ് അവർ ട്രെയിനായി വരും. പ്രത്യേകിച്ച് ലേബേഴ്സിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്ന ഒരു പ്രത്യേക സ്കില്ലാണ്. അതുപോലെ യൂണിയൻ പണിക്കാര് അവര് നല്ലവരാണ് ആക്ച്വലി, പക്ഷെ അവരെ ഹാൻഡിൽ ചെയ്യേണ്ട രീതിയാണ്. ചിലപ്പോൾ ഒരു ചെറിയ വാക്കായിരിക്കും അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അവർ പഠിക്കും. പിന്നെ അതുപോലെ മെറ്റീരിയൽ സപ്ലൈ, അവരുടെ കളതരങ്ങളും ഒരുപാട് തട്ടിപ്പ് വെട്ടിപ്പും ഉള്ള ഫീൽഡാണ് സൈക്കോളജി നമ്മൾ. അപ്പൊ അത് ഈ ട്രെയിനീസ് ആയിട്ടുള്ള ഒരു സീനിയർ എഞ്ചിനീയേഴ്സിന്റെ പഠിക്കുമ്പോൾ അതൊരു പ്രൈസ്ലെസ് ആയിട്ടുള്ള ലേണിംഗ് ആണ്. അതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം സ്റ്റാഫുകൾ കൂടുതലും നിൽക്കുന്നുണ്ട് നമ്മുടെ പ്രോജക്റ്റില്. ഈ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ലേറ്റർ സ്റ്റേജിൽ നമ്മൾ പോരാന്ന് തോന്നി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബിൽഡിങ്ങിന് അതിന്റെ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു കറക്ഷൻ, റെമഡിയൽ മെഷേഴ്സ് എന്താണ് ആസ് എ സ്ട്രക്ചറൽ എഞ്ചിനീയർ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ? വാട്ട് യു സജസ്റ്റ്? നല്ലൊരു ചോദ്യമാണ്. കാര്യം നമ്മളിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ പോയി കാണുമ്പോൾ ഡോക്ടർ കുറച്ച് മരുന്ന് തരുന്നു, അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ അസുഖം മാറുന്നു. സെയിം തന്നെയാണ് ബിൽഡിങ്ങിനും. ഇപ്പോൾ പണ്ട് കാലത്ത് കണ്ടുവരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഏർലി സ്റ്റേജിൽ അത്രയും ഫെസിലിറ്റി ഒന്നും നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ഒരു ഗ്ലോബലൈസേഷൻ്റെ ഇതിലായിട്ട് ഒരുപാട് ഈ എഞ്ചിനീയറിംഗ് ഫേംസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഡയറക്റ്റ് അല്ലെങ്കിലും അതൊരു എഞ്ചിനീയറിംഗ് കോൺട്രാക്ടിങ്, ഈ സ്പെഷ്യലിസ്റ്റ് കോൺട്രാക്ടിങ് ഡിവിഷൻസ് ഉള്ള കമ്പനികളുണ്ട്. ആക്ച്വലി നമ്മൾ ഡോക്ടറും അവര് ഫാർമ ആൾക്കാരെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഹൈറൈസ് ബിൽഡിങ്ങിൽ ഒരു വണ്ടി ഇറങ്ങി വന്നപ്പോൾ വണ്ടി കൊണ്ടിടിച്ചു, കോളത്തിൽ വിള്ളലുണ്ടായി. അപ്പോൾ നോർമലി ഒരു 10-20 നിലയുള്ള ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഫ്ലാറ്റ് ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണും. അപ്പോൾ അവർക്കൊരു പേടി വരും, ഈ ബിൽഡിംഗ് എല്ലാം പൊളിച്ച് കളയണോ, അല്ലെങ്കിൽ ഒരു ടിപ്പർ കയറി ഇടിച്ചു. അപ്പൊ അങ്ങനെ ഉള്ളതിനെല്ലാം ഈ നമ്മളെ എല്ല് പൊട്ടുമ്പോൾ, നമ്മുടെ കൈയിന്റെ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബാൻഡേജ് ഇട്ട് വെച്ചിട്ട് ഒരു മാസം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി, ഇത് കോൺക്രീറ്റ് ഇസ് ഓൾസോ ഒരു ഏതാണ്ട് കൈൻഡ് ഓഫ് ലിവിങ് ഒരു സ്ട്രക്ചർ ആണ്. അതായത് കോൺക്രീറ്റിന്റെ 70-80% സ്ട്രെങ്ത് ആദ്യത്തെ 21 ഡേയ്സ് കിട്ടുന്നുള്ളൂ. പിന്നെ ഓവർ ദ പീരീഡ് ആണ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഇതുപോലെ പ്ലാസ്റ്റർ ഇടുന്നു എന്ന് പറയുന്നതല്ല, ഞാനൊരു കോമൺ മാന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു, ടെക്നിക്കലായിട്ട് പറയുമ്പോൾ ഒരുപാടുണ്ട്. അപ്പൊ അതുപോലത്തെ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ ജേർണൽസ് വായിക്കുക, അതുപോലെ സെമിനാർസ്, നമ്മുടെ ഓരോ ടെക്നിക്കൽ സെമിനാറിലൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ അതൊക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. പല ക്ലയന്റിനും അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുമുണ്ട്. ഈ ക്വാളിറ്റീസ് ഓഫ് എ ബിസിനസ് മാൻ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ എന്താണ് ഇൻ ജനറൽ നമുക്ക് വേണ്ടത് ആസ് എ ബിസിനസ് പേഴ്സൺ? ഇൻ ജനറൽ കൺസിസ്റ്റൻസി. അതായത് നമ്മളിപ്പോ എന്ത് കാര്യമായാലും, ഈ ഇടയ്ക്ക് ഡോക്ടർ വേലുമണി തൈറോ കെയറിന്റെ പുള്ളിയുടെ ഒരു ഷോർട്സ് ഞാൻ കാണുകയുണ്ടായിരുന്നു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പുള്ളി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്കൊരു കാളയെ പിടിച്ച് പൊക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോ പെട്ടെന്നായാലും നമ്മൾ അഷ്റഫായാലും നമുക്ക് തോന്നുന്നത് എന്താണ്, കാളയെ നമുക്ക് പൊക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാളക്കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ അതിനെ പൊക്കി നോക്കുക, അങ്ങനെ എന്നും പൊക്കുക. അപ്പൊ അതിന് 2 വർഷം 3 വർഷം ആയാലും കാള ആവുമ്പോഴും നമുക്ക് അതിനെ പൊക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ബിസിനസ്സുകാരന്റെ ഇതും. നമ്മളൊരു ഗോള് നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക. പലപ്പോഴും നമുക്ക്, എനിക്കുൾപ്പെടെ തോന്നിയിട്ടുണ്ട്, നടക്കത്തില്ല, ഫെയിലിയർ ആകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ തോന്നും. പക്ഷെ ബേസിക്കലി നമ്മളതിൽ വിശ്വസിക്കുക, നമ്മൾ ചെയ്യുക. അതിന് 1 വർഷമായാലും 2 വർഷമായാലും. ഇപ്പൊ ഞാൻ ഈ കസേര ഇരിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. ഈ 12 വർഷം കൊണ്ട് പലപ്പോഴും നമുക്ക് പറ്റില്ല, നമുക്കിത് നടക്കൂല എന്നൊക്കെ തോന്നുമ്പോഴും അതിനെ വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോയിട്ടുള്ള ഈ ബിസിനസ് ക്രൈസിസ് അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും നമുക്ക് ക്രൈസിസ് ആയിട്ട് വന്നതാണ്. തുടക്കം എന്ന് പറഞ്ഞാൽ മറ്റേ നോട്ട് നിരോധനം വന്നു. നമുക്ക് പണ്ട് ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ക്യാഷ് ആയിട്ടാണ് എല്ലാവരും തരുന്നത്. അപ്പൊ സർക്കുലേഷൻ നിന്നു. അത് കഴിഞ്ഞ് GSTയുടെ ഇംപ്ലിമെന്റേഷൻ വന്നു. നമുക്കിപ്പോൾ 18% GST കൊടുക്കുന്ന ഒരു സെക്ടറാണ്. അത് കഴിഞ്ഞ് കൊറോണ വന്നു. കൊറോണ സമയത്ത് ബാക്കി എല്ലാ ഇൻഡസ്ട്രിക്കും വർക്ക് ഫ്രം ഹോം ഉണ്ടായിരുന്നു. നമുക്ക് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ സൈറ്റിൽ പോയി പണ്ടെടുത്താലേ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓവർകം ചെയ്ത്, ഇൻഫാക്ട് ക്രൈസിസ് വരുമ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി വിടരുതെന്നുള്ളതാണ്. അപ്പൊ അത് എല്ലാരെ പോലെ ഞാനും പകച്ചു നിന്ന സമയമുണ്ട്. പക്ഷെ നമ്മൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു. അപ്പോഴും നമ്മുടെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ നമ്മുടെ ഗോളിന് പുറകെ പോയത് കൊണ്ട്
അത് നേരെ പോയി. അപ്പൊ ഈ ഒരു അനുഭവം എനിക്ക് പറയാൻ പറ്റുള്ളൂ, എന്റെ അനുഭവം. കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി. അതെ, പലപ്പോഴും നമ്മുടെ റേറ്റുകൾ വളരെ കോമ്പറ്റീറ്റേഴ്സ് റേറ്റ് വളരെ താഴ്ത്തി എടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് പലരും അഡ്വൈസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ റേറ്റ് കുറച്ച് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മേ ബി ദ നമ്പർ ഓഫ് വർക്ക് കുറവായിരിക്കും, പക്ഷെ വോളിയം ഉണ്ട് നമുക്ക്. ഒരു ചെറിയ വീട് പണിയത് ഒരു ഇത് ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ് നമ്മളൊരു സ്പെഷ്യാലിറ്റി. ഇപ്പൊ ഒരു ഒറ്റ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ 45-50,000 സ്ക്വയർ ഫീറ്റ് വരും. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് കസ്റ്റമർ ഇത് കൊടുക്കുന്നു പറഞ്ഞാൽ, ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് ചെയ്യുന്ന ആള് അയാൾ ഒരു വീട് പണിത് ആ ഒരു അനുഭവമുള്ള ആളായിരിക്കും. എന്നിട്ട് അയാളുടെ ഒരു വെൽനെസ്സിനാണല്ലോ ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയുന്നത്. അതിൽ കോൺട്രാക്ട് റേറ്റ് കുറച്ച് കൊടുത്തതിന്റെ തിക്ത അനുഭവങ്ങൾ അനുഭവിക്കുന്ന ആളായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ ലീക്കിന്റെ കേസ്, ഒരു ബിൽഡിംഗ് ഏറ്റവും കൂടുതൽ നശിക്കുന്നത് വാട്ടർ ലീക്കിലാണ്. അതിൽ ഏറ്റവും സംഭവിക്കുന്ന പറഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും നല്ല നമ്മൾ കമ്പി, മാർക്കറ്റിലുള്ള കമ്പി നമ്മൾ ഇതുപോലെ സ്ലാബിൽ ഇട്ട് കഴിഞ്ഞാലും ഇതിന്റെ അകലം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ക്രാക്സ് ഉണ്ടാവും. ആ മൈക്രോ ക്രാക്സിലൂടെയാണ് കൂടുതലും ലീക്കുകൾ വരുന്നത്, അപ്പൊ സ്വീപ്പിംഗ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഈ വാട്ടർ പ്രൂഫിങ്ങിന് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ല സാധനം, ഏറ്റവും നല്ല പ്രാക്ടീസിൽ ഇപ്പൊ ഈ ക്വാളിറ്റിക്ക് വേണ്ടി അധികം പൈസ കളയണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതായത് കുറച്ച് കോമൺ സെൻസും ഈ എഞ്ചിനീയറിംഗ് നോളജ് അപ്ലൈ ചെയ്യണം. ഇപ്പൊ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് പലരും അടുത്ത ദിവസം ഉച്ചയ്ക്കാണ് സ്ലാബ് നനയ്ക്കുന്നത്. നമ്മൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന രാവിലെ തുടങ്ങി വൈകുന്നേരം ആകുമ്പോൾ ഇപ്പൊ ഉച്ച കഴിഞ്ഞിട്ടും കോൺക്രീറ്റ് നടക്കുവാണെങ്കിൽ അപ്പൊ തന്നെ ഇടത്ത് ക്യൂറിങ് ചെറുതായിട്ട് വാട്ടർ സ്പ്രേ ചെയ്യണം. ഇതുപോലുള്ള ചെറിയ ടിപ്സ് ചെയ്യുന്നതിന് ചെറിയ കാര്യം ചെയ്യുന്നതിന് വലിയ പേയ്മെന്റ് ഒന്നും ആവത്തില്ല. അത് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ക്രാക്സ് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് ക്വാളിറ്റി നമ്മൾ വന്ന് വിജിലന്റ് ആയിട്ട് നമ്മൾ വർക്കിനെ നോക്കിക്കഴിഞ്ഞാൽ ക്വാളിറ്റി നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. താങ്കളുടെ പ്രൊഫൈലില് റേറ മുനിസിപ്പൽ എ ക്ലാസ് പ്ലസ് PWയുടെ കോൺട്രാക്ടർ, എ ക്ലാസ് കോൺട്രാക്ടർ, ഇതൊക്കെ ശരിക്ക് ആസ് എ കസ്റ്റമർ ഒരാൾ വരുവാണെങ്കിൽ അയാൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കാൻ പറ്റും, എന്തെല്ലാം ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഇവിടെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു വീട് വയ്ക്കാനാണെങ്കിൽ ഏതൊരു കൺസ്ട്രക്ഷന് പോയി കഴിഞ്ഞാൽ അതിന്റെ ലൈസൻസിങ് പ്രൊസീജിയേഴ്സ്, അപ്രൂവൽ എല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ആൾക്കാർ കോർപ്പറേഷനിലും പഞ്ചായത്തിലും ഒക്കെ കയറി ഇറങ്ങി നടന്നു, അവസാനം ഉപേക്ഷിക്കുന്നവരുണ്ട്, അല്ലാതെ മടുത്ത് പിന്മാറുന്നവരും ഒക്കെ ഉണ്ട്. അതിനെന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? അല്ല, ഇപ്പൊ ഒരു നൂതനമായ ആശയം നമ്മൾ കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്, കെ സ്മാർട്ട്. അപ്പൊ അതിൽ കുറച്ച് ഇംപ്ലിമെന്റേഷൻ ഇഷ്യൂസ് ഉണ്ട് ഇപ്പോഴും. അത് ഫുൾ ഫ്ലെഡ്ജിലായെന്ന് പറഞ്ഞു വെച്ചാലില്ല. പക്ഷെ അതിന്റെ ആശയം തന്നെ ഈ പറഞ്ഞ സിംഗിൾ വിൻഡോ, നമ്മൾ സ്വിഫ്റ്റ് പണ്ടുണ്ടായിരുന്നു, അതുപോലുള്ള ഒരു സംഭവമാണ്. അപ്രൂവൽസും കാര്യങ്ങളെല്ലാം ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, താങ്കൾക്ക് തന്നെ നേരിട്ട് പോയി ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിസൈൻ ഒരു ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ചെയ്തു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. OTP എല്ലാം സ്വന്തമായിട്ട് വരും. എല്ലാം സിറ്റിസൺ ലോഗിൻ വരെ ഉണ്ട്. ആർക്കിടെക്ട്സ് ലോഗിൻ അല്ലാതെ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ലോഗിൻ അല്ലാതെ തന്നെ നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ റെറയുടെ കാര്യം മെൻഷൻ ചെയ്തു. റെറ കൂടുതലും വരുന്നത് അപ്പാർട്ട്മെന്റുകൾക്കാണ്, അല്ലെങ്കിൽ 8 അധികം പ്ലോട്ടുള്ള വില്ല പ്രോജക്റ്റിന്. അല്ലാതെ ഉള്ള സിംഗിൾ പ്രോജക്റ്റിന് റെഗുലേഷൻ ഇല്ല. അപ്പൊ അവിടെയാണ് ഇപ്പൊ നമ്മൾ IRDA റെഗുലേഷൻ പറയുന്ന പോലെ ഇൻഷുറൻസ് കമ്പനിക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെയാണ് ഈ റെറയുടെ കേസ്. റെറ പക്ഷെ ഒരു ഗ്രൂപ്പ് ഹൗസിംഗ് പ്രോജക്റ്റിനോ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റിനോ മാത്രമേ അത് ബാധകമുള്ളൂ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലത്തെ ഇതിന് റെഗുലേഷൻസ് അങ്ങനെ വരുന്നില്ല, റെറ വരുന്നില്ല. ഓക്കെ. ഇവിടെ പല മറ്റുള്ള സംഘടനകൾ ലൈക്ക് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, റോട്ടറി, പിന്നെ BNI, യങ് ഇന്ത്യ, എല്ലായിടത്തും താങ്കളുടെ ഒരു പ്രസൻസ് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ബിസിനസ്സിൽ എത്രത്തോളം താങ്കളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നമ്മള് നേരത്തെ ഞാൻ കൺസിസ്റ്റൻസിയുടെ കാര്യം പറഞ്ഞു. നമുക്കൊരു മെഷീൻ അസംബ്ലി ലൈനിലാണെങ്കിൽ 8 hour ഷിഫ്റ്റിൽ 3 ഷിഫ്റ്റ് വെച്ച് ഒരു ദിവസം മൊത്തം വർക്ക് ചെയ്യാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെല്ലാം മനുഷ്യരാണ്. അപ്പൊ തീർച്ചയായിട്ടും മനുഷ്യർക്ക് ഈ ലോകത്ത് ജീവിക്കുന്നതിൽ പല ലക്ഷ്യങ്ങളുണ്ടല്ലോ. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മുടെ ഫാമിലിയും ബിസിനസ്സും തന്നെയാണ്. സെക്കൻഡ്ലി നമുക്ക് സമൂഹത്തോട് കുറെ കടപ്പാടുകൾ നമുക്കുണ്ടല്ലോ. വർക്ക് ലൈഫ് ബാലൻസ് എന്ന് നമ്മൾ പറയും. ഇപ്പൊ ബിൽഡർ അസോസിയേഷനിൽ ഇപ്പൊ ഞാൻ കറന്റ് എന്റെ ട്രഷററാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സംഘടനകൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരേപോലെ മൈൻഡ് സെറ്റ് ഉള്ള ഒരു ഗ്രൂപ്പ്. അപ്പോൾ നമ്മള് പരിചയപ്പെടുന്നത് BNI എന്നുള്ള ഒരു ഓർഗനൈസേഷൻ വഴിയാണ്. അതുപോലെ ബിൽഡേഴ്സ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ബിൽഡേഴ്സിന്റെ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ്, അതിനുള്ള പുതിയ ഇന്നോവേഷൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ബിൽഡർ അസോസിയേഷനിൽ മെമ്പർ ആവുന്നത്. അതുപോലെ തന്നെ റോട്ടറി എന്ന് പറയുന്നത്, ഞാൻ അതിന്റെ അടുത്ത് അസിസ്റ്റന്റ് ഗവർണർ ആയിരുന്നു. ഇപ്പൊ അടുത്ത വർഷം നമ്മൾ ചീഫ് IT ഓഫീസറായിട്ട് അതിനകത്ത് വർക്ക് ചെയ്യുന്നു.
ഇതെല്ലാം വോളണ്ടറി ഓർഗനൈസേഷൻ. ഇതൊന്നും നമ്മൾ ഇങ്ങോട്ട് പൈസ കിട്ടത്തില്ല, അങ്ങോട്ടാണ് കൊടുക്കുന്നത് സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞാൽ ഹ്യൂമാനിറ്റേറിയൻ, നമ്മളിപ്പോ ബിസിനസ്സിൽ എത്രത്തോളം ഈ ബിസിനസ്സിൽ നന്നായ ആൾക്കാരെല്ലാം പറയുന്നത് എന്തെങ്കിലും കുറച്ച് സമൂഹത്തിന് കൊടുക്കണം. അത് നല്ല പ്രോജക്ട്സ് ആയിട്ട് അല്ലെങ്കിൽ സാമൂഹിക സേവനമായിട്ട്. അതിന് ഒരാൾ ഒറ്റയ്ക്ക് ഒരു 100 രൂപ ഇടുന്നതും 1,00,000 പേര് 100 രൂപ ഇടുമ്പോഴുണ്ടാകുന്ന ഒരു ഇമ്പാക്ട്. അപ്പൊ അങ്ങനെയുള്ളതിനുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു കൂട്ടായ്മയാണ് റോട്ടറി എന്നുള്ള പ്രസ്ഥാനത്തെ കാണുന്നത്, സർവിംഗ് ദ സൊസൈറ്റി. അതുപോലെ യങ് ഇന്ത്യൻസ് എന്നുള്ളത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ ഒരു യൂത്ത് ഫോറം ആണ്. അത് യൂത്ത് എന്ന് പറയുമ്പോൾ ബിലോ ദ ഏജ് ഓഫ് 40, എബോവ് ദ ഏജ് ഓഫ് 18 അതിൽ മാത്രമേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അപ് ടു 45 വരെ ടെനർ കണ്ടിന്യൂ. അപ്പൊ അതൊരു സെൽഫ് എംപവർമെന്റും നേഷൻ ബിൽഡിങ്ങിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ ചെയർമാൻ ആയിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ ഒരു മാക്സിമം എത്താൻ ശ്രമിക്കും. ദൈവകൃപയാൽ അത് ചിലതൊക്കെ പറ്റും, ചിലത് പറ്റുന്നില്ല. അപ്പൊ അത് കൂടുതൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഏത് സംഘടനയിലും ഞാൻ മെമ്പർ ആയാലും മാക്സിമം അതിന്റെ തലപ്പത്ത് എത്തുന്നത് തന്നെ നമ്മൾ അത്ര അതിനൊരു ടൈം കൺസിസ്റ്റൻസി വെച്ചിട്ടുണ്ട്. ഞാൻ ദിവസം 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഞാൻ വേണ്ടി മാറ്റി വെക്കും എന്ന് പറഞ്ഞാൽ ഓഫീസ് ബെയർ ആകുമ്പോൾ അതനുസരിച്ചുള്ള റിസൾട്ട് എന്റെ ഉണ്ടാവുന്നുണ്ട്. അല്ലാതെ നമ്മൾ അടുത്ത മീറ്റിംഗ് വരുമ്പോഴല്ല അത് ആലോചിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു കൺസിസ്റ്റൻസി പാറ്റേൺ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ജാക്ക് കൺസ്ട്രക്ഷൻസ് ആസ് സച്ച്, ഇപ്പം എന്നോട് ആരെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ, ഒരു വീട് വെക്കണം അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വേണം, ഞാൻ വൈ ഷുഡ് ഐ റെക്കമെൻഡ് ജാക്ക് കൺസ്ട്രക്ഷൻ? അതിനെന്താണ് അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക്? അതായത് നമുക്ക് ഒരു നമ്പർ ഓഫ് മൊബൈൽ ഫോൺസോ അല്ലെങ്കിൽ കാറുകളോ എല്ലാ മാർക്കറ്റിലുണ്ട്. പക്ഷെ നമുക്ക് താങ്കളുടെ ഒരു പേഴ്സണൽ പ്രിഫറൻസിലൊരു വണ്ടി എന്ന് പറയുമ്പോൾ ഒരു വണ്ടി വരും, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ ആപ്പിൾ. ഇപ്പൊ എല്ലാവരും പറയുന്നത് ആപ്പിൾ ആണല്ലോ വേൾഡിൽ ബെസ്റ്റ്. അപ്പൊ ആപ്പിൾ ഒരിക്കലും വില കുറവല്ല. അപ്പൊ ഈ ഇതിന്റെ എല്ലാം ഞാൻ എക്സാമ്പിൾ പറയാൻ കാരണം, നമ്മൾ ഒരിക്കലും ഒരു ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡർ അല്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ ബഡ്ജറ്റും അല്ല. ഒരു മോഡറേറ്റ് ആൻഡ് എബോവ് ഉള്ള ക്ലയൻസിനെ നമ്മൾ സെർവ് ചെയ്യുന്നത് നമ്മളൊരു ബെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ ഒരു 10 വർഷം 15 വർഷം നമ്മൾ വർക്ക് ചെയ്തു കൊടുത്തു. ഇപ്പൊ ഞാൻ 14 വർഷത്തെ ട്രാക്ക് നമുക്കുണ്ട്. ഈ 14 വർഷത്തിന് മുമ്പ് നമ്മൾ ചെയ്ത പ്രോജക്റ്റിലായാലും നമുക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ആ ബിൽഡിംഗ് ഇരിക്കുന്നു, അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നു, അവരായാലും റെഫറൻസ് ചെയ്യുന്നുണ്ട്. അതൊരു സെറ്റ് ഓഫ്. പിന്നെ അല്ലാതെ നമുക്ക് ഇതുവരെ ഓർഗാനിക് ആയിട്ടാണ് ഈ ഫേം വളർന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ കുറച്ച് മോഡേൺ ഇയറ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും കസ്റ്റമർ നോർമലി ചോദിക്കും റേറ്റ് കൂടുതലാണോ, അവര് പറഞ്ഞ് മനസ്സിലാക്കും. പലപ്പോഴും അത് പറയുമ്പോൾ തന്നെ അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തുകൊണ്ടാണ്. ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ ഒരു 400 രൂപയുടെ ഷർട്ട് ഇടുന്നതും ഒരു 2000 രൂപയുടെ ഷർട്ടും ഒരു 4000 രൂപയുടെ ഷർട്ടും ഇടുന്നതും തമ്മിലുള്ള വ്യത്യാസം അത് യൂസ് ചെയ്താലേ അറിയുള്ളൂ. അത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ കാണുന്ന പോലെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയുന്ന പോലെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ലിവിങ് എക്സാമ്പിൾ ആയിട്ടുള്ള കസ്റ്റമറെ തന്നെ നമ്മൾ മീറ്റ് ചെയ്യിപ്പിക്കും. ഇപ്പൊ നമ്മള് അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിത ആളായാലും അവരുടെ ഫീഡ്ബാക്ക് എടുക്കും. എങ്ങനെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ടൈം. കസ്റ്റമർക്ക് പലപ്പോഴും എൻലെസ് ആയിട്ട് വർക്ക് നീണ്ടുപോയാൽ കാര്യമില്ല. ടൈം ബൗണ്ട് ആയിട്ട് ചെയ്തു. ഇതൊക്കെ തന്നെ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിലാണ്. ഇതിനൊരു സെറ്റിംഗ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി നമ്മളതൊരു കേരളം മൊത്തവും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ മൊത്തവും എക്സ്പാൻഡ് ചെയ്യണമെന്നുള്ള ഒരു ഗോളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആസ് ഓഫ് നമ്മൾ ഒരു സിസ്റ്റം കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കുറച്ച് സ്കെയിൽ അപ്പ് ചെയ്യാൻ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ്. അങ്ങനെ അപ്പൊ ഫ്യൂച്ചർ പ്ലാൻസ് അത് ഫ്യൂച്ചർ അങ്ങനെ തന്നെയാണ്. അതായത് നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു സൗത്ത് കേരള മൊത്തവും കവർ ചെയ്യുക, ദെൻ സൗത്ത് ഇന്ത്യ മൊത്തം കവർ ചെയ്യുക എന്നുള്ള ഒരു വിഷൻ നമുക്കുണ്ട്. ഒബ്വിയസ്ലി അതിനായിട്ട് നമ്മൾ കുറെ മൈൽസ് പോകാനുണ്ട്. പക്ഷെ നമ്മൾ ഉള്ള സിസ്റ്റം കറക്റ്റ് ആക്കിയിട്ട് വേണം അതിലോട്ട് പോകാൻ. കറക്റ്റ്. ആൻഡ് മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് യുവർ അഡ്വൈസ് ടു ദ ബഡിങ് ഓർ പുതുതായിട്ട് മാർക്കറ്റിലോട്ട് വരുന്ന സിവിൽ എഞ്ചിനീയേഴ്സ് ആസ് സച്ച്, അവർക്ക് എന്താണ് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? അത് പുതുതായിട്ട് വരുന്ന സിവിൽ എഞ്ചിനീയേഴ്സിനായാലും ഏതൊരു പ്രൊഫഷൻ ഉള്ള ആളായാലും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് ഇന്നത്തെ ജനറേഷൻ. മേ ബി ഞാനത് റോങ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം, പക്ഷെ എന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ എന്റെ മാത്രം വ്യൂവില് ഇപ്പോഴത്തെ ഒരു പുതിയ ആൾക്കാർക്കെല്ലാം ഇൻസ്റ്റന്റ് റിസൾട്ട് ആണ്. അവര് ഇൻസ്റ്റന്റിന്റെ കാലമാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു ഹൈബ്രിഡ് ഒരു പഴയ ആൾക്കാരുമായിട്ടും ലിങ്ക് ചെയ്യുന്നുണ്ട്. പലരും വിചാരിക്കുന്ന ഒരു 5 വർഷം 10 വർഷം കൊണ്ട്, ഇപ്പൊ എനിക്ക് തന്നെ ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ഫീൽ ചെയ്തത് അറ്റ്ലീസ്റ്റ് ബിസിനസ് ഇസ് മൂവിങ് ഓൺ. അപ്പൊ ഞാൻ സ്വയം പറയുന്നേക്കാളും വേറൊരാൾ പറഞ്ഞ ഫീഡ്ബാക്കിലാണ് ഞാൻ അത് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ആർക്കും ക്ഷമയില്ല. വന്ന ഉടനെ ഞാൻ പഠിക്കുന്നു. അപ്പൊ പലരും ഞാൻ കാണുന്നത് ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യുന്ന പോലെ രീതി, അതൊരു 6 മാസം ഞാൻ ജോലി ചെയ്യുന്നു, എനിക്ക് ഇതുപോലൊരു സ്ഥാപനം ഇടണം,
നല്ലതാണ്, പക്ഷെ അത് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യരുത്. Sustain ചെയ്യണം. അപ്പൊ ഷോർട്ട് കട്ട്സിലോട്ട് പോകുന്നത് പലപ്പോഴും ഞാൻ കാണുന്നുണ്ട്. പിന്നെ വേറൊരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് മെന്റാലിറ്റി. എക്സ്പീരിയൻസ് ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് ഇനിയും പഠിക്കാനുണ്ട് ഒരുപാട്. അതെ, തീർച്ചയായും. അപ്പൊ അത് പലപ്പോഴും ചിലര് നമ്മുടെ എക്സ്പെർട്ട് പാനലിലൊക്കെ വിളിക്കുമ്പോഴും നമുക്കും തോന്നും, ഓക്കെ നമ്മൾ പഠിക്കണം, പ്രിപ്പയർ ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. പക്ഷെ അത് എല്ലാം അറിയാം എന്ന് വിചാരിക്കുന്നിടത്ത് നമ്മൾ താഴോട്ട് പോകും. അത് മാത്രമാണ് എനിക്ക് അറിയാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. അപ്പൊ നമ്മൾ എന്നും പഠിക്കണം. ഇന്ന് രാവിലെ ഉൾപ്പെടെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും. എന്നാൽ മാത്രമേ ഈ ബിസിനസ്സിൽ കാര്യം ചേഞ്ചസ് ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൺസ്ട്രക്ഷനിൽ ഭയങ്കരമായിട്ട് കൂടുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ IoT ഡിവൈസസും ഇതുമായിട്ടുള്ള ഇന്റഗ്രേഷൻ ആണ്. ഇപ്പൊ പണ്ടൊക്കെ കോൺക്രീറ്റ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പൊട്ടിച്ചു നോക്കിയാലേ കോൺക്രീറ്റ് നല്ലതാണെന്ന് അറിയാൻ പറ്റും. ഒരുപാട് മെത്തേഡ്സ് ഇന്നുണ്ട്. ഇപ്പൊ ജർമ്മൻ ആയിട്ടുള്ള ബോഷ് എന്നുള്ള കമ്പനി ഒരുപാട് NDT ടെസ്റ്റിംഗ് ഉണ്ട്. അല്ലാതെ തന്നെ ഇതിന്റെ സെൻസർ വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കുന്ന പൈലിന്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അൾട്രാസൗണ്ട് പാസ് ചെയ്തിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളുണ്ട്. ഇത് ഒരു എഞ്ചിനീയർ അറിഞ്ഞില്ലെങ്കിൽ കസ്റ്റമർ അത് പറഞ്ഞു തരും. നമ്മൾ അവസാനം അത് അറിയാത്ത ഒരു എഞ്ചിനീയറായി ബ്രാൻഡ് ചെയ്യപ്പെടും. അപ്പൊ അത് എങ്ങനെയെന്നുള്ളത് അല്ലെങ്കിൽ അറിഞ്ഞുകൂടെങ്കിൽ പഠിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക. പിന്നെ ഒബ്വിയസ്ലി കൺസ്ട്രക്ഷനെ ഇഷ്ടപ്പെടണം. ഇതൊരു ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രൊഫഷനായി ഒരിക്കലും പാഷനായിട്ട് തന്നെ കൊണ്ടുപോകണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. യെസ്, താങ്ക് യു. ഓക്കെ, പ്ലഷർ ടോക്കിംഗ് ടു യു. താങ്ക് യു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.